നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട വിഷയമാണ് നാം പറഞ്ഞത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ബാബിലോണിയയിൽ പ്രബോധനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ പ്രബോധനത്തിലൂടെ അല്ലാഹു മാത്രമാണ് ആരാധ്യനെന്നും മറ്റുള്ളവരെയൊന്നും ആരാധിക്കപ്പെടേണ്ടതില്ലെന്നും തെളിയിക്കാനുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ്. പക്ഷെ ഇതൊന്നും തൻ്റെ ജനത ഉൾക്കൊള്ളുന്നില്ല. അതിനിടക്കാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരു കടുത്ത പ്രയോഗം നടത്തേണ്ടി വന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞു. അത് ആ സമൂഹത്തെ വികാരം കൊള്ളിച്ചു. അവർക്ക് കാര്യം ബോധ്യപ്പെട്ടു. കുറെ ആളുകൾക്കൊക്കെ മനസ്സിലായി. എങ്കിലും നേരത്തെ ഞങ്ങൾ ആരാധിച്ചു പോകുന്നതിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ. ആ ആരാധ്യ വസ്തുക്കളെയൊക്കെ അവഹേളിച്ചു. അതുകൊണ്ട് കടുത്ത ഒരു തീരുമാനത്തിലേക്ക് നീങ്ങുകയാണ്. രണ്ടു കാരണമാണ് ഇവിടെ. ഒന്ന്, അവർ ആരാധിച്ചിരുന്ന ബിംബങ്ങളെയൊക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചില കാര്യങ്ങളൊക്കെ പ്രവർത്തിച്ചു. രണ്ട്, അന്നത്തെ തുല്യതയില്ലാത്ത, അതല്ലെങ്കിൽ മറ്റാരും എതിർക്കപ്പെടാത്ത ഒരു നേതാവായി വാണിരുന്ന നമ്രൂദ് എന്ന് പറയുന്ന രാജാവ്, ആ രാജാവിന് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചില ദേഷ്യം നിലനിന്നിരുന്നു. കാരണം ഒരിക്കൽ ബാബിലോണിയയിൽ വലിയ ക്ഷാമം പിടിപെട്ടു. ആരുടെ അടുക്കലും നിത്യോപയോഗ സാധനങ്ങൾ പോലും ഇല്ലാത്ത ഒരവസ്ഥ. ജനങ്ങളൊക്കെ കൊട്ടാരത്തിലേക്ക് ഒഴുകാൻ തുടങ്ങി. അവിടെ ഖജനാവിൽ മാത്രമേ ധാന്യങ്ങളുള്ളൂ. അങ്ങനെ രാജാവിന്റെ അടുക്കൽ ചെന്നാൽ രാജാവ് റബ്ബാണ് എന്ന് അംഗീകരിക്കണം, എങ്കിലേ അവിടെ നിന്ന് റേഷൻ സംവിധാനം കിട്ടുകയുള്ളൂ. നമ്രൂദിന്റെ അടുക്കലേക്ക് ആളുകളൊക്കെ ഒഴുകി തുടങ്ങി. മഹാനായ സയ്യിദുന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എത്തി. ഇബ്രാഹിം നബി അലൈഹി സ്വലാം എത്തിയപ്പോൾ ഇബ്രാഹിം നബിയെ നേരത്തെ തന്നെ നോട്ട് ചെയ്തിട്ടുണ്ട്. നമ്രൂദിന് അറിയാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിച്ചു, ഞാൻ ആരാണ്? അദ്ദേഹം പറഞ്ഞു, ഇബ്രാഹിം നബി പറഞ്ഞു, അൻത അബ്ദു റബ്ബി, നീ എൻ്റെ റബ്ബിന്റെ അടിമയാണ്. ഞാൻ നിന്റെ റബ്ബിന്റെ അടിമയാണ്. നിന്റെ റബ്ബ് ഏതാ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, റബ്ബി അല്ലദീ യുഹ്യീ വ യുമീത്, എൻ്റെ റബ്ബ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നവനാണ് എൻ്റെ റബ്ബ്. ആ സന്ദർഭത്തിൽ നമ്രൂദ് വിട്ടുകൊടുത്തില്ല. നമ്രൂദ് പറഞ്ഞു, ഞാനും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യും, എനിക്കും അതിനൊക്കെ കഴിവുണ്ട്, ഞാൻ കാണിച്ചു തരാം. രണ്ടുപേരെ വിളിച്ചു. ഒരാൾ വധശിക്ഷക്ക് വിധിക്കപ്പെട്ട മനുഷ്യനാണ്, മറ്റൊരാൾ നിരപരാധിയാണ്. രണ്ടാളെയും കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് നിരപരാധിയായ ആളെ നമ്രൂദ് വധിച്ചു കളഞ്ഞു. വധശിക്ഷക്ക് വിധിക്കപ്പെട്ട ആളെ വെറുതെ വിട്ടു. എന്നിട്ട് പറഞ്ഞു, കണ്ടില്ലേ, അപ്പൊ ഞാനും ജയിപ്പിക്കുകയും മരിപ്പിക്കുകയൊക്കെ ചെയ്തു. കാരണം നിരപരാധിയായ ആളെ ഞാൻ കൊന്നു കളഞ്ഞു. അയാൾ ജീവിക്കേണ്ട ആളാണ്. വധശിക്ഷക്ക് വിധിക്കപ്പെട്ട ആൾ മരിക്കേണ്ട ആളാണ്. ഞാൻ അയാളെ ജയിപ്പിച്ചു. പൊട്ടത്തരമാണ് ചെയ്തത്, എല്ലാവർക്കും അറിയാമെങ്കിലും ജനങ്ങളൊക്കെ കൈയടിച്ചു. രാജാവ് സംഭവമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിട്ടുകൊടുത്തില്ല. ഇബ്രാഹിം നബി പറഞ്ഞു, ഓക്കെ, ഇവരെ മുന്നിൽ നീ ഇതെങ്ങനെ സമർത്ഥിക്കാനാണ്? ഇബ്രാഹിം നബി പറഞ്ഞു, എന്നാ എന്റെ റബ്ബാരാണെന്നറിയാം. മശ്രിക്കിൽ നിന്ന് സൂര്യനെ ഉദിപ്പിച്ച് മഗ്രിബിൽ അസ്തമിപ്പിക്കുന്നവനാണ്. കിഴക്ക് നിന്ന് സൂര്യനെ ഉദിച്ച് പടിഞ്ഞാറ് അസ്തമിപ്പിക്കുന്നവനാണ്. മശ്രിക്കിൽ നിന്ന് തുടങ്ങി മഗ്രിബിലാണ് അസ്തമിക്കുന്നത്. എന്നാൽ നീ ഒരു കാര്യം ചെയ്യും, പടിഞ്ഞാറ് നിന്ന് സൂര്യനെ ഉദിപ്പിച്ച് നേരെ കിഴക്ക് കൊണ്ടുപോയി അസ്തമിപ്പിക്കും. ഫബുഹിതല്ലദീ കഫർ, ഖുർആൻ പറയുന്നുണ്ട്. നമ്രൂദ് എന്ത് ചെയ്തു? ഉത്തരം മുട്ടിപ്പോയി. ജനങ്ങളുടെ മുന്നിൽ ജാള്യനായി പോയി. ആകെ മോശമായി, മാനക്കേട്, മാനഹാനി ഉണ്ടായി. ഈ ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇതിനിടക്കാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ആരാധ്യ വസ്തുക്കൾക്കെതിരെ ഒരു പ്രയോഗം നടത്തിയത്. ഇത് രണ്ടും കൂടെ ആയപ്പോൾ നമ്രൂദിന് നല്ലൊരു ചാൻസായി. നമ്രൂദ് പ്രഖ്യാപിച്ചു, ഫഹരിക്കൂ. ഇനി എന്താ തീരുമാനം? ആ നാട്ടിൽ നിലനിന്നിരുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ് വലിയ തെറ്റുകൾ ചെയ്താൽ പച്ചക്ക് കത്തിച്ചു കളയുക എന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ജീവനോടെ കത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്തു. ആ ഏർപ്പാട് ചെയ്തതിന് ശേഷം അതൊരു വലിയ സംഭവമാക്കാൻ തീരുമാനിച്ചു. ഒരു മാസക്കാലം ജനങ്ങളോടൊക്കെ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും വിറകുകൾ ശേഖരിക്കണം. ജനങ്ങളൊക്കെ വിറകുകൾ ശേഖരിക്കുക മാത്രമല്ല, വിറകുകൾ നേർച്ചയാക്കാൻ തുടങ്ങി. ഒരു വലിയ പുണ്യകാര്യമാണല്ലോ ചെയ്യാൻ പോകുന്നത്. ഞങ്ങളുടെ ആരാധ്യ വസ്തുക്കൾക്കെതിരെയൊക്കെ പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരുത്തനെ പച്ചക്ക് കത്തിക്കാൻ എല്ലാവരും കോപ്പ് കൂട്ടി. ഒരു മാസക്കാലം രോഗികളായ ആളുകൾ അവരുടെ രോഗം മാറുന്നതിനൊക്കെ
വലിയ വലിയ അമൗണ്ട് ഇതിലേക്ക് ചിലവഴിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. വലിയ വലിയ കെട്ട് വിറകുകൾ അവര് ശേഖരിച്ച് വലിയ തീക്കുണ്ടാരം ഉണ്ടാക്കി. ഭീമാകാരമാകുന്ന വലിയ തീക്കുണ്ടാരം. ആ തീക്കുണ്ടാരത്തിന് തീ കൊളുത്തി 4 അഴലത്ത് പോലും ആളുകൾക്ക് നിൽക്കാൻ കഴിയുന്നില്ല. അത്ര മാത്രം ശക്തമായ തീ. എങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അതിലേക്ക് എറിയും? ആ ചിന്തക്ക് ഉത്തരം നൽകിയത് ഇബ്ലീസുൽ ലഈനായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ഇബ്ലീസ് എവിടെയും പ്രത്യക്ഷപ്പെടുമല്ലോ. ഇബ്ലീസ് വന്നിട്ട് പറഞ്ഞു, ഒരു തെറ്റാലി ഉണ്ടാക്കണം, എന്നിട്ട് അതിൽ ബന്ധിച്ച് അതിലേക്ക് എറിഞ്ഞാൽ മതി. കാരണം നേരെ കൊണ്ടുപോയി തള്ളിയിടാൻ കഴിയൂല, അതിന്റെ അടുത്തുപോലും എത്തൂല, അത്രയും വലിയ തീയ. അങ്ങനെ ഒരു തെറ്റാലി മഹാനായ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ബന്ധിക്കുക. ആ ബന്ധിച്ച സാഹചര്യത്തിൽ മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്, ഞാൻ എന്തെങ്കിലും സഹായം ചെയ്യണോ? ഫഅമ്മാ ഇലൈക ഫലാ ഹാജ, എനിക്ക് ആവശ്യമൊന്നുമില്ല, എന്റെ കാര്യം അല്ലാഹുവിലേക്ക് ഞാൻ തവക്കലാക്കിയിട്ടുണ്ട്. പടച്ചോൻ അറിയാമല്ലോ ഞാൻ മാത്രമാണ് അവനെ അംഗീകരിച്ച് മുസ്ലിമായി ഇവിടെ ജീവിക്കുന്നത് എന്ന്. ഞാനും കൂടി ഇല്ലെങ്കിൽ ഈ ഭൂമി ലോകത്ത് ഇസ്ലാം നാമാവശേഷമാവാൻ പോവാണ്. അള്ളാഹുവിനെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നുണ്ട്, ഞാനൊരു നല്ല ശക്തമായ മഴ വർഷിപ്പിക്കാം, എനിക്ക് ആവശ്യമില്ല, അള്ളാഹുവിലേക്കല്ല ഞാൻ പരമേൽപ്പിച്ചിട്ടുണ്ട്. ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ. ഇത് മുഅ്മിനിന്റെ ഏറ്റവും വലിയ ദുആയാണ്. അള്ളാഹുവിലേക്ക് ഞാൻ എല്ലാം അർപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആ തീക്കുണ്ടാരത്തിലേക്ക് എറിയാൻ 7 ദിവസക്കാലം അതിന്റെ ഉള്ളിൽ കിടന്നു എന്നാ പറയുന്നത്. ഖുർആൻ പറയുന്നു, ആ എറിഞ്ഞ ഉടനെ തന്നെ അല്ലാഹു പറഞ്ഞു, ഖുൽനാ യാ നാറു കൂനി ബർദൻ വസ്സലാമൻ അലാ ഇബ്രാഹിം. അതിനകത്തേക്ക് എത്തുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നല്ല എയർ കണ്ടീഷൻ സംവിധാനമാണ്. യാ നാറു കൂനി ബർദൻ വസ്സലാമ, തണുപ്പാവണേ, സലാമാവണേ, രക്ഷയാണ്. അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഇബ്രാഹിം വലിയ സന്തോഷം, നല്ല റാഹത്ത്, ഒരു പ്രശ്നമില്ല, ഒരു രോമത്തിന് പോലും പുറലേറ്റില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം 7 ദിവസം അതിനകത്ത് കിടന്നു. പുറത്തേക്ക് വരുന്ന അവസരത്തിൽ നമ്മളതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുക. ഇതൊക്കെ അണച്ചതിന് ശേഷം ഒരു കരിക്കട്ടയായ ഇബ്രാഹിമിനെ ഇങ്ങനെ പുറത്തെടുക്കണം. ഒന്നും നടന്നില്ല. അത്ഭുത സ്തബ്ധരായി പോയി ആളുകൾ. നമ്രൂദിന്റെ മകള് ചോദിക്കുന്നുണ്ട് നമ്രൂദിനോട്, അല്ല കണ്ടില്ലേ ഇബ്രാഹിമിന്റെ റബ്ബ് ഇബ്രാഹിമിനെ കൊണ്ട് പ്രവർത്തിച്ചത്, നമുക്ക് മുസ്ലിമായി ഉണ്ടേ എന്ന്. ചരിത്രം പറയുന്നത് ഒരു അഭിപ്രായ പ്രകാരം നമ്രൂദിന്റെ മകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്നാണ്. അങ്ങനെ ആ വലിയ മഹാസംഭവം അവിടെ നടന്നു. എന്നിട്ടും ഈ ജനത വീണ്ടും അവരുടെ കുഫ്രിയത്തിലേക്ക് തന്നെ തിരിച്ചുപോയി. ആരും മുസ്ലിമായില്ല. ഈ വലിയ മഹാസംഭവം കണ്ടിട്ട് പോലും ജനങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നില്ല. വല്ലാത്ത വിഷമമായി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അന്നേരം മറ്റൊരു തീരുമാനം നിലകൊണ്ടു. മഹാനവർകൾ അടുത്ത തീരുമാനം എടുക്കുകയാണ്. എന്തായിരുന്നു ആ തീരുമാനം? അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. റഹ്മാനുർ റഹീമായ റബ്ബ് നമ്മൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞു കേട്ടതിന്റെ മിസ്ലി സവാബ് ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ഉസ്താദുമാര്, ബന്ധുമിത്രാദികളുടെ ഖബറിലേക്ക് എത്തിക്കണേ അല്ലാഹ്. പിന്നെ ഖബർ വിശാലമാക്കണേ അല്ലാഹ്. മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. റഹ്മാനുർ റഹീമായ റബ്ബേ, അവർക്കും ഞങ്ങൾക്കും നീ സ്വർഗം നൽകണേ അല്ലാഹ്. അവരിൽ ജീവിച്ചിരിക്കുന്നവർക്കും ഞങ്ങൾക്കും ദീർഘായുസ്സും ആഫിയത്തോടെ നൽകണേ അല്ലാഹ്. മരിക്കുമ്പോൾ ഹുസ്നുൽ ഖാത്തിമത്ത് നൽകണേ റഹ്മാൻ. അല്ലാഹ്, നല്ല നല്ല ദിനരാത്രങ്ങളൊക്കെയാണ് ഞങ്ങളിലൂടെ കടന്നു പോകുന്നത്. ഒരുപാട് സുഹൃതങ്ങൾ ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. നല്ല ആയുരാരോഗ്യം നൽകണേ അല്ലാഹ്. ആഫിയത്ത് നൽകണേ അല്ലാഹ്. രോഗങ്ങളുണ്ട്, ശിഫ നൽകണേ അല്ലാഹ്. റഹീമായ റബ്ബേ, ഞങ്ങളെ പാപങ്ങളൊക്കെ നീ പുറത്തു തരണേ അല്ലാഹ്. സുബ്ഹ് ജമാഅത്തിനെത്തി ക്ലാസ്സും കഴിഞ്ഞ് പോകുന്ന മുഅ്മിനീങ്ങൾക്കൊക്കെ വലിയ ഖൈർ നൽകണേ അല്ലാഹ്. നല്ല ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. അവരുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. ചെയ്യുന്ന ജോലിയിൽ ബന്ധപ്പെടുന്ന മേഖലയിൽ ഉത്തരോത്തരം അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. റഹീമായ റബ്ബേ, പടച്ചോനെ, ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഖദർ ഖദായിൽ വല്ല വിപത്തും വിധിച്ചുവെങ്കിൽ അല്ലാഹുവേ, എല്ലാം നീ തട്ടിക്കളയണേ അല്ലാഹ്. തട്ടിക്കളയണേ അല്ലാഹ്. തട്ടിക്കളയണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഇന്നൊരുപാട് ഖൈറായ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാവാൻ, തിന്മയിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കാനുമുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം തുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ صلى الله تعالى وسلم على خير سيدنا محمد. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد
സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد ربي صل عليه وسلم. السلام عليكم ورحمة الله وبركاته.